സമാനതകളില്ലാത്ത റാഗിംഗാണ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പ്രതികൾ ഡംബലുകൾ ജനനേന്ദ്രിയത്തിൽ വെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആഴ്ചതോറും മദ്യപാനത്തിനായി പണപ്പിരിവ് നടത്തിയെന്നും വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 3 മാസം നീണ്ട കൊടിയ പീഡനമാണ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. 1ാം വർഷ വിദ്യാർത്ഥികളിൽ 6 പേർക്ക് ഇത്തരം പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് വിവരം. കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കും. ശബ്ദമുണ്ടാക്കിയാൽ മുറിവുകളിലും വായിലും ലോഷൻ ഒഴിക്കും. ജനനേന്ദ്രിയത്തിൽ ഭാരമുള്ള ഡംബലുകൾ വെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയിലും 800 രൂപ വീതം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചു വാങ്ങും. ഈ പണം ഉപയോഗിച്ച് മദ്യം വാങ്ങും. ഇത് 1ാം വർഷ വിദ്യാർത്ഥികളെ കൊണ്ട് കുടിപ്പിച്ച് വീഡിയോ എടുക്കും. അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വയ്ക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും പിന്നെ കോമ്പസ് മുകളിൽ ഇത് വെച്ച് സൂചി കൊണ്ട് അവർ പറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. റാഗിംഗ് എന്ന് പറഞ്ഞു നടത്തിയ പീഡനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പ്രതികൾ തന്നെ മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. അന്വേഷണത്തിൽ പോലീസ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത റാഗിംഗ് തന്നെയാണ് ക്യാമ്പസിൽ നടന്നതെന്ന് പറയുമ്പോഴും ഹോസ്റ്റൽ വാർഡൻ പോലും ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ടോബി ജോൺസൺ, 24, കോട്ടയം.